ഇന്നലെ തീർത്ഥവാദ മണ്ഡപത്തിലെ പ്രഭാഷണം ഭഗവത്ഗീതയിലെ 8 പോയിന്റുകൾ വെച്ചിട്ടുള്ള ക്ലാസ്സാണ്. ഭഗവത്ഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 പോയിന്റുകൾ. അതിൽ 8 പോയിന്റ് 2 മാസം മുമ്പ്, പിന്നത്തെ 8 പോയിന്റ് കഴിഞ്ഞ മാസം, പിന്നത്തെ 8 പോയിന്റ് ഇന്നലെ പറഞ്ഞു. ആ പറഞ്ഞതെല്ലാം ഹിന്ദുക്കൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഭഗവത്ഗീതയിലൂടെയുള്ള വിവരണമായിരുന്നു. ശരിക്കും ധർമ്മ സംരക്ഷണം അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ നമ്മളോട് ഭഗവത്ഗീത ഉപയോഗിച്ച് നമ്മുടെ ധർമ്മം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അസാധാരണ റെസ്പോൺസായിരുന്നു. ധാരാളം വ്യക്തികൾ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു. 1 മണിക്കൂർ 20 മിനിറ്റ് എല്ലാ മാസവുമുള്ള തീർത്ഥവാദ മണ്ഡപത്തിലെ ക്ലാസ്സിൽ കുറേ വ്യക്തികൾ നമ്മുടെ ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു, എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ശരിക്കും ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും ഈ ജന്മം സാർത്ഥകമാണ് എന്നുള്ളൊരു തോന്നലാണ്. കലഞ്ഞൂര് മഹാദേവ ക്ഷേത്രത്തിലെ പ്രഭാഷണം, പെരുമ്പാവൂർ സ്കൂളിലെ പ്രഭാഷണം, തിരുനക്കര അമ്പലത്തിന് മുമ്പിൽ മിനിഞ്ഞാന്ന് നടന്ന പ്രഭാഷണം, ബാംഗ്ലൂർ നടന്ന 5 പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ, വിദ്യാർത്ഥികളെ കണ്ട് സംസാരിച്ചത്, ഇതൊക്കെ ഈ നാടിന് ഉത്തേജനം നൽകുന്നതായിട്ട് അവരുടെ മുഖത്ത് കാണുമ്പോൾ ഒരു ജന്മസാഫല്യമാണ്. കേരള ജനതയെ നമുക്ക് മാറ്റിമറിക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേ വ്യക്തികളുടെ പ്രവർത്തനമാണ്. അതിൽ ഏറ്റവും ധന്യമായിട്ട് തോന്നുന്നത് ഏറ്റവും മുകളിലുള്ളവർ മുതൽക്ക് ഇപ്പോൾ സെൻകുമാറിനെ പോലെയുള്ളവർ, റിട്ടയേർഡ് ജഡ്ജിമാരെ പോലെയുള്ളവർ, ചന്ദ്രശേഖരൻ നായരെ പോലെയുള്ളവർ, റിട്ടയേർഡ് DYSP IG ആയിട്ട് DIG ആയിട്ടുള്ള ചന്ദ്രശേഖരൻ നായരെ പോലെയുള്ളവർ, രാജകുടുംബാംഗങ്ങൾ, കവടിയാർ കൊട്ടാരത്തിൽ നിന്ന്, പന്തളം കൊട്ടാരത്തിൽ നിന്ന്, പിന്നെ ആര് എന്താ പറയുക, ഇത്രയും അധികം വ്യക്തികൾ ഹൈന്ദവ ജനതയുടെ ആത്മാഭിമാനം ഉയർത്തി പിടിക്കാൻ ഹിന്ദുക്കളുടെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന ഇന്നത്തെ ഭരണാധികാരികൾ ഹിന്ദുക്കളെ തകർക്കാൻ മറ്റാരുടെയൊക്കെയോ സ്ക്രൂ ഏറ്റ് മറ്റാരുടെയൊക്കെയോ പിൻബലത്തോടു കൂടി ഇത് ചെയ്യുന്നത് വേറെ കുറേ ദുരുദ്ദേശമുണ്ട്. ഈ മുകളിൽ കാണുന്നത് ഒന്നുമല്ല, അകത്ത തകൃതിയായിട്ട് പലതും നടക്കുന്നുണ്ട്. എന്താണെന്ന് പോലും ചിന്തിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പച്ച നുണ സുപ്രീം കോടതിയിൽ എഴുതി കൊടുക്കേണ്ടി വരിക. അതായത് സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാനുള്ള ആത്മാർത്ഥത കാണിച്ച കൂട്ടത്തിൽ അതേ കോടതിക്ക് പച്ച നുണ എഴുതി കൊടുക്കാൻ പാകത്തിന് ഇവർ ഇറങ്ങി പുറപ്പെട്ടു എങ്കിൽ എന്തോ ദുരുദ്ദേശമല്ലേ ഇതിൻ്റെ മുഴുവനും മുകളിൽ നിന്ന് നോക്കിയാൽ കാണാത്തത്. ഇതൊക്കെ വിവരിച്ചുകൊണ്ടായിരുന്നു ഇന്നലത്തെ തീർത്ഥവാദ മണ്ഡലത്തിലെ ക്ലാസ്. ശരിക്ക് നമ്മൾ ഈ മകരജ്യോതി ദിവസം എല്ലാവരും കൂടി ചേർന്നിട്ട് എന്തൊരു ഹിന്ദു ഐക്യമാണ് പ്രകടിപ്പിച്ചത്. എല്ലാവരും, ഈഴവരും നായരും പുലയരും വെള്ളാള സഭയും എല്ലാവരും ചേർന്നിട്ടല്ലേ ഇതൊക്കെ ചെയ്തത്. എല്ലാവരും അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് ഹിന്ദു ഐക്യത്തിന്. വേറെ ഒരു ദുരുദ്ദേശവും ഇല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആരും തമ്മിൽ വഴക്കില്ല. നേതാക്കന്മാർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് കുതിരക്കച്ചവടം ഇല്ലാതെ ഒരുമിച്ച് വരിക. മറ്റു പള്ളിയിലെ അച്ഛന്മാർ തമ്മിൽ തല്ലുന്നു, അച്ഛന്മാരെ ഗരാവോ ചെയ്യുന്നു, പള്ളിക്കാർ തമ്മിൽ പള്ളി സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ നടക്കുന്നു. അവിടെ ഒരു ദൈവം ഒരു പുസ്തകമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ. എന്നിട്ടും ഒരുമിച്ച് നമുക്ക് ക്രൈസിസ് വന്നപ്പോൾ വരികയുണ്ടായി. ഇനി ഇത് നമ്മളുടെ ഇലക്ഷനിലും പ്രതിഫലിക്കണം. ഒരു പഞ്ചായത്ത് ഇലക്ഷൻ മുതൽക്ക് ലോക്സഭാ ഇലക്ഷൻ വരെ ഈ ഹിന്ദുവിനെ അവഹേളിച്ചവരെ ഒരു കാരണവശാലും ജയിക്കാൻ അനുവദിക്കരുത്. ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനം. ഹിന്ദുവിനെ അവഹേളിച്ചവർ ഇനി നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമസഭയിലോ പാർലമെന്റിലോ വരാതിരിക്കാൻ പാകത്തിന് തന്നെ പ്രവർത്തിക്കണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞപ്പോഴും ആരും എന്നോട് പറഞ്ഞില്ല, സാറ് ഭഗവത്ഗീതയുടെ കൂട്ടത്തിൽ രാഷ്ട്രീയം എന്തിനാ കലർത്തുന്നത് എന്ന്. പിന്നെ അവർ കുറേ പേര് ഈ ശബരിമല കർമ്മസമിതിയിൽ വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും തരികയുണ്ടായി. വലിയ സംതൃപ്തിയോടുകൂടിയാണ് ഓരോ പ്രഭാഷണം കഴിയുമ്പോഴും ഇറങ്ങി വരുന്നത് എന്നുകൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ സന്തോഷമുണ്ട്.